കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അവർ മലയിൽ നിന്നിറങ്ങുമ്പോൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുതെന്ന് യേശു അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കാം എന്നുള്ളത് എന്ത് എന്ന് തമ്മിൽ തർക്കിച്ചും കൊണ്ട് അവർ ആ വാക്ക് ഉള്ളിൽ സംഗ്രഹിച്ചു. അവരെന്ന് പറഞ്ഞാൽ പത്രോസും യാക്കോബും യോഹന്നാനും. മറുരൂപമലയിലെ യേശുവിൻ്റെ പ്രത്യക്ഷത കണ്ടിട്ട് വളരെ ജയാളികളായി താഴത്തേക്ക് ഇറങ്ങി വരികയാണ്, സന്തോഷഭരിതരായി. അപ്പോൾ യേശു പറയുകയാണ്, മരിച്ചവരിൽ നിന്ന് മനുഷ്യപുത്രൻ എഴുന്നേൽക്കും. ഇപ്പോഴേ ഇത് പറയാവുള്ളൂ. അപ്പോൾ ഈ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്കറിയാം, യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റു. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും നിത്യജീവൻ്റെ വാഗ്ദത്തം തന്നു. നമ്മുടെ ഈ പാസേജിൻ്റെ ബന്ധത്തിൽ നോക്കിക്കുകയാണ്. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എഫേസ്യ ലേഖനം 5:14 പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഇതാരോടാ പറയുന്നത്? ബോൺ അഗെയിനായ ഒരുത്തനോടാണ്, വിശുദ്ധനോട് പറയുകയാണ്. എടാ വിശുദ്ധ, നീ വിശുദ്ധനാണ്, ദൈവത്തിൻ്റെ ജീവനാൽ വീണ്ടും ജനിച്ചവനാണ്. പക്ഷേ നീ കിടന്നുറങ്ങിയാൽ മരിച്ചവരെ പോലെ. ഈ മരിച്ചവരെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന് ഒരുത്തം പറഞ്ഞു, ഗുരു, എൻ്റെ അപ്പം മരിച്ചുപോയി, ഞാൻ അവനെ അടക്കിയിട്ട് വരട്ടെ. യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. അവ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന ചൊല്ലുപോലെ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയിൽ കുടുങ്ങിയവർ, സാത്താൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവർ, ജഡത്തിൻ്റെ ചിന്ത മരണം, ജഡസ്വഭാവമുള്ളവർ, അവർ മരിച്ചവരാണ്, ദൈവജീവനില്ലാത്തവരാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 150 പറയുന്നത്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു വിശുദ്ധൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഉറക്കം വിട്ടാൽ മതി. പ്രാർത്ഥനയുടെ തടസ്സം എന്താണ്? ഉറക്കമല്ലേ. എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പിൻ, എല്ലാവരിനും വേണ്ടിയും പ്രാർത്ഥിപ്പിൻ, വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നൊക്കെ പൗലോസ് പറയുന്നു. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. യേശു കർത്താവ് അധികാലത്തെ ഇരുട്ടോടെ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിച്ചു. ഒരു രാത്രി മുഴുവനവും പ്രാർത്ഥിച്ചു. താൻ പിടിക്കപ്പെടുന്ന ആ രാത്രിയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കുകയും. ഒരു വിശുദ്ധൻ അവൻ മരിക്കുന്നില്ല, അത് സത്യമാണ്. പക്ഷെ അവൻ ഉറങ്ങാം. സാംസൺ എന്ന് പറയുന്ന അതിശക്തനായ അഭിഷിക്തൻ, അവിടെ എഴുതിയിട്ടുണ്ട്, ദലീല അവനെ മടിയിലുറക്കി, അവൻ്റെ തലയിൽ 7 ജടയും ക്ഷൗരം ചെയ്ത് കളഞ്ഞു. അവിടെ പ്രത്യേകം എഴുതിയിട്ടൊരു വാക്ക്, അവൾ അവനെ ഒതുക്കി തുടങ്ങി. പിശാചിൻ്റെ താല്പര്യം എന്താണ്? പിശാചിൻ്റെ താല്പര്യം നമ്മളെ ജീവനില്ലാതാക്കുക. ജീവനില്ലാതാക്കാൻ പറ്റിയില്ല, കുഴപ്പമില്ല, ഉറക്കിക്കളയുക. ഉണർന്നാൽ നീ പ്രാർത്ഥിക്കും. നീ പ്രാർത്ഥിച്ചാലോ? നീ പ്രാർത്ഥിച്ചാൽ അന്തരീക്ഷം മാറുമെന്നേ, വീട്ടിൽ ഇരുട്ട് മാറുമെന്നേ. നമ്മൾ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തെങ്ങനെ? വാക്കുകൊണ്ടല്ലേ. ചാനൽ ചർച്ചകൾ കണ്ടിട്ടില്ലേ? അവർ വാക്കുകൾ കൊണ്ട് പോരടിക്കുകയാണ്. അപ്പോൾ ഒരു ചർച്ച കഴിയുമ്പോൾ ചിലർ സന്തോഷത്തോടെയും ചിലർ നീരസത്തോടെയാണ് പോകുന്നത്. കാരണം അന്ന് അവർ ജയിച്ചില്ല, നാളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണമെന്നും പറഞ്ഞാൽ വരുന്നത്. പ്രാർത്ഥനക്കാരൻ അങ്ങനെയല്ല പ്രശ്നം തീർക്കുന്നത്. അവൻ കുടുംബ വഴക്കായാലും, അപ്പനും അമ്മയുമായിട്ടുള്ള ഡീലിങ്സ് ആയാലും, ഭാര്യയായിട്ടുള്ള ഡീലിങ്സ് ആയാലും, അയൽക്കാരുമായിട്ടുള്ള വിഷയങ്ങളായാലും, സഭാ വിഷയമായാലും, സാമൂഹ്യ പ്രശ്നമായാലും, മുഖ്യമന്ത്രി, മന്ത്രിമാർ, പ്രധാനമന്ത്രിമാർ, ഗവർണർ, കോടതി, ഇലക്ഷൻ കമ്മീഷൻ, എന്ത് വിഷയമാണെങ്കിലും അവൻ്റെ പരിഹാരം പ്രാർത്ഥനയിലാണ് അവൻ കണ്ടെത്തുന്നത്. അത് ഉറങ്ങിയാൽ പറ്റുമോ? അപ്പോൾ നീ ഉണർന്നിരുന്നാൽ നീ ഭീഷണിയാണ് ഇരുട്ടിന്. അതുകൊണ്ടാണ് അവൻ നിന്നെ ഉറക്കാൻ നോക്കുന്നത്. ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ പൈസ ഓൺലൈൻ തട്ടിപ്പിലൂടെ ഏകദേശം 1 ലക്ഷം രൂപയോളം മോഷണം പോയി എന്ന് പറഞ്ഞാൽ, ഇയാൾ വളരെ ബുദ്ധിമാനായ മനുഷ്യനാണ്. പക്ഷേ എന്നാലും ഒരു പ്രത്യേക നിമിഷത്തിൽ ഇതുപോലെ ഒരു ഫ്രോഡ് കോൾ വന്ന് ഇയാൾ വേണ്ട ഡീറ്റെയിൽസ് അറിയാതെ പറഞ്ഞു കൊടുത്തു. ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിച്ച് ഇയാളൊന്നും ഓർക്കാതെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അപ്പോൾ അവർ കുറേ മണി തട്ടിയെടുത്തു. പെട്ടെന്ന് ഇയാൾക്ക് സുബോധം വന്നു. അപ്പോൾ പെട്ടെന്ന് ഇയാൾ ബാങ്കിലേക്ക് വിളിച്ചു. ബാങ്കിലോട്ട് വിളിച്ചപ്പോൾ അവർ അത് ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് ആദ്യത്തെ ഒരു തവണ മാത്രമേ, ഒരു പൈസ എടുക്കുന്നതിന് ഓൺലൈനായിട്ട് അയക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു തവണ മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബാക്കി പൈസ പോകാതെ രക്ഷപ്പെട്ടു.
അപ്പോൾ ഇയാൾ ബാങ്കിൽ ചെന്നിട്ട് ചോദിച്ച് ഇവർ അയച്ചല്ലോ, അത് നിങ്ങൾക്കൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? ഇവർ പറഞ്ഞു ഈ പൈസ ഓൺലൈനായിട്ട് അയക്കുന്നതിൻ്റെ സിസ്റ്റം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അത് ഈ കൈവിട്ട കല്ല് പോലെയാണ്, ഇവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വെച്ചിരിക്കുന്നത്. പ്രെയർ എന്ന് പറയുന്ന സിസ്റ്റം ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് കൂടെ വിശുദ്ധന്മാരോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് കമ്പൽ ചെയ്യാൻ കാരണം ഈ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ടാണ്. പൂർണ്ണമായിട്ട് ഈ മണി ട്രാൻസ്ഫർ പോലെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു വകഭേദം പോലൊരു സിസ്റ്റം വെച്ചിരിക്കുകയാണ്. ദൈവം അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിരിക്കുക. നിങ്ങൾ കൂടുതലങ്ങ് പ്രാർത്ഥിക്കുക, തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക, ഉറങ്ങാതെ പ്രാർത്ഥിക്കുക, അതിന് ഫലമുണ്ട്. ഇതിൻ്റെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ദുഷ്ടരായ മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞാൽ ബിലയാമിനെ പോലുള്ള മനുഷ്യരുണ്ട്. സഭയെ വന്നു, ഇവൻ കൃപാവരങ്ങളൊക്കെ പ്രാപിച്ചു, പക്ഷെ ഇവൻ ഇപ്പം ശത്രുപക്ഷത്താണ്. ഇവൻ പ്രാർത്ഥിക്കുകയല്ലേ, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അവൻ അന്യഭാഷയില്ലേ, അവൻ അന്യഭാഷ പ്രാർത്ഥിച്ചാൽ എന്ത് പറ്റും? അത് ഈ ഭീകരന്മാരുടെ കയ്യിൽ അണുബോംബ് കിട്ടിയ കണക്കാണ്. അണവായുധങ്ങൾ കിട്ടിയ പോലെയാണ് തെറ്റിപ്പോയവൻ്റെ കയ്യിലുള്ള കൃപാവരങ്ങൾ. ഇതുകൊണ്ട് ഡെറക് പ്രിൻസ് ആ ദേവദാസനാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനയുടെ ശാപം എന്നൊരു വിഷയമുണ്ട്. എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ശാപമാകാം. അതേക്കുറിച്ച് നിങ്ങൾ അവെയറായില്ലെങ്കിൽ, തിരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥനയുടെ കെട്ടുവരും. ഇതൊക്കെ പറഞ്ഞാൽ ആൾക്കാർ പറയും പൊട്ടത്തരം പറയാമെന്ന് വിചാരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ രക്തത്താൽ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സഭയെ, ഭവനത്തെ, മാതാപിതാക്കളെ, ജോലിയെ, നിന്നെ തന്നെ പൊതിഞ്ഞ് പ്രാർത്ഥിച്ച് ജയമെടുക്കണം. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. കണ്ട, നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം പ്രാർത്ഥനയാൽ. വീണ്ടും ജനിച്ച ഒരു മനുഷ്യന് തൻ്റെ പ്രാർത്ഥനയാൽ തന്നെ സൂക്ഷിക്കാം, കുടുംബാംഗങ്ങളെ സൂക്ഷിക്കാം. ദുഷ്ടം തൊടത്തില്ല. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് അസ്വസ്ഥത തോന്നുന്നത്, പ്രാർത്ഥിക്കുക. ആർക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി? ബിലയാമിനാണോ അതോ സഭയിലെ വിശുദ്ധനാണോ? ബിലയാമിനാണോ ഫസ്റ്റ് പ്രയോറിറ്റി? യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാനാണോ? യോഹന്നാനല്ലേ. അതുപോലെ നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം നിങ്ങൾ സഭ എന്ന ശരീരത്തിൻ്റെ ഭാഗമാണ്. ആരും തൻ്റെ ശരീരത്തെ ഒരു നാളും വെറുക്കുന്നില്ല. യേശുവിന് നിങ്ങളെ വെറുക്കാൻ കഴിയുകയില്ലെന്നേ. യേശു നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാലും സത്യം അതാണ്. യേശു നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ് കൃപ നൽകട്ടെ. കൂടുതൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാൻ, പ്രാർത്ഥനയിൽ ഉയരാൻ, ആരാധനയിൽ ഉയരാൻ സ്വർഗ്ഗം സഹായിക്കട്ടെ. ആമേൻ.